ഡിസംബർ 8 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 വർഷമായി നടക്കുന്ന ഒരു കേസിൻ്റെ വിധി വരുന്ന ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ വിധി പെൺപോരുമയിൽ നിന്ന് മൂപ്പിളമ തർക്കത്തിൽ നിന്നൊക്കെ വന്നതാണ്. ആരാണ് സുന്ദരി എന്ന് ദിലീപ് അന്വേഷിച്ചതിൻ്റെ പിറകിൽ വന്നതാണ് ഈ വിഷയങ്ങൾ. ഒരു നടിയും കാവ്യമാധവനുമായിട്ട് അഭിനയിക്കുന്നു, കാവ്യമാധവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുന്നു. ഇതൊക്കെയാണ് വിഷയം. മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചിട്ട് കാവ്യമാധവനുമായും ടൈപ്പ് വയ്ക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ സമയത്തും മറ്റ് സമയത്തുമൊക്കെ നമ്മളെ ദിലീപ് അണ്ണൻ എൻജോയ് ചെയ്യുന്നു. ദിലീപ് അണ്ണൻ എൻജോയ് ചെയ്തത് നമ്മളിപ്പോൾ ഇര എന്ന് പറഞ്ഞ് നിൽക്കുന്ന അതിജീവിതയായി നിൽക്കുന്ന കേസ് കൊടുത്തിരിക്കുന്ന ആ നടിയുടെ പേര് പറയാൻ പാടില്ലല്ലോ, ആ നടി കാണുന്നു. ഈ നടി അതുപോലെ ചെന്ന് മഞ്ജു വാര്യരോട് പറയുന്നു. മഞ്ജു വാര്യരോട് പറഞ്ഞപ്പോൾ മഞ്ജു വാര്യർ കാവ്യമാധവനെ വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നു. നിനക്ക് വേറെ ഭർത്താവുണ്ടല്ലോ, നീ എന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെ പിറകെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ഈ വിഷയം മഞ്ജു വാര്യരും കാവ്യമാധവനും ദിലീപിനോട് പറയുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഇതിൻ്റെ കേസിൻ്റെ ബേസ് ആലോചിച്ച് അങ്ങനെ തർക്കം നടന്നപ്പോൾ എന്നാൽ ഈ അതിജീവിതയ്ക്ക് ഇരയായ നടിക്ക് വളരെ സ്കെൽറ്റായ നടിയാണ്, ഒരുപാട് സിനിമകളിലുള്ള നടിയാണ്, ഈ ദിലീപിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അവർക്കൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പൾസർ സുനിയെ ബുക്ക് ചെയ്യുകയും അങ്ങനെ കാറിൽ വെച്ചുള്ള ഈ പീഡനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയും അതുപോലെ ചെന്ന് പി ടി തോമസിനോട് പറയുകയും, പി ടി തോമസ് അന്ന് MLA ആണ്, തൃക്കാക്കര MLA ആണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ MLA. പി ടി തോമസ് മരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 8 ജീവിച്ചിരിക്കേണ്ടത് പി ടി തോമസ് ആണ്. കാരണം ഈ കേസിൻ്റെ വിധി അറിയാൻ അദ്ദേഹത്തിന് അതീവ താല്പര്യമുണ്ട്. അദ്ദേഹത്തെയാണ് ഇവർ അതിജീവിത വിളിക്കുന്നത്. അദ്ദേഹം അത് വളരെ സീരിയസ് ആയി ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ള ശരാശരി രാഷ്ട്രീയക്കാരൻ്റെ താഴേക്ക് വരാതെ അതിലേക്ക് ചിന്തിക്കാതെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും SP യെയും DYSP യെയും IG ഒക്കെ വിളിച്ച് മുകളിലുള്ളവരെയൊക്കെ വിളിച്ച് അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ ആ കേസ് വേറെ വഴിക്ക് പോകുമായിരുന്നു, തെളിവ് പോലും കാണത്തില്ലായിരുന്നു. എന്തായാലും ദിലീപ് പിടിച്ചെടുത്ത് കാര്യങ്ങളിൽ നിന്നില്ല. സുപ്രീം കോടതി വരെ ദിലീപ് പോയി, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കേസ് അവസാനം ഹൈക്കോടതിയിൽ വളരെ വലിയ വിസ്താരം നടന്നു. 7 വർഷത്തെ ചർച്ചകളും വിസ്താരങ്ങളും ക്രോസ് വിസ്താരവും തെളിവെടുപ്പും മൊബൈൽ പിടിച്ചെടുക്കൽ. ആദ്യമൊന്നും മൊബൈൽ കൊടുക്കില്ലായിരുന്നു, പിന്നെ മൊബൈൽ പിടിച്ചില്ല, എല്ലാം നടന്നു. 8ാം പ്രതിയാണ് നമ്മുടെ ഇദ്ദേഹം ദിലീപ്. നമ്മുടെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് 1ാം പ്രതി പൾസർ സുനിക്ക് ശക്തമായ ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വധശിക്ഷ വരാനുള്ള സാധ്യതയില്ല, കാരണം അങ്ങനെ ഒരു കുറ്റമല്ലല്ലോ, കൊലപാതക കുറ്റം അല്ലല്ലോ. വധശിക്ഷ വരാൻ സാധ്യതയില്ല, പക്ഷേ കഠിന തടവ് വരാൻ സാധ്യതയുണ്ട്. പണം അടയ്ക്കേണ്ടി വരും, പിഴ അടയ്ക്കേണ്ട സാധ്യതയുണ്ട്. ആ പിഴ ചിലപ്പോൾ അതിജീവിതയ്ക്ക് കൊടുക്കണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. 8ാം പ്രതി ആയതുകൊണ്ട് പ്രേരണാ കുറ്റം മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ഇത് ചെയ്യിച്ചു എന്നുള്ള കുറ്റം മാത്രമാണുള്ളത്. അതുകൊണ്ട് ദിലീപ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്നാൽ തന്നെ നാമമാത്രമായ എന്തെങ്കിലും ചെറിയ ശിക്ഷയായിരിക്കും ദിലീപിന് വരുന്നത്. ചിലപ്പോൾ 2 വർഷമോ 1 വർഷമോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് തുകയോ, ഇതിൻ്റെ തുക മാത്രമോ എന്നൊക്കെ. ദിലീപ് എന്തായാലും നോർമലായി സൂട്ടാവും. അതേസമയം പൾസർ സുനി അടക്കമുള്ള ബാക്കിയുള്ള പ്രതികൾക്ക് നല്ല ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ദിലീപിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കോടതി പറയാൻ പോകുന്നത് ഇദ്ദേഹത്തെ ജനപ്രിയ നായകനാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രൗഢിയും പ്രശസ്തിയും ഇനി അഭിനയിക്കാനുള്ള കാലം ഉള്ളത് കൊണ്ടെന്നൊക്കെ അങ്ങനെ പല ന്യായങ്ങൾ പറയും. ആ ന്യായങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ദിലീപിൻ്റെ കേസിൽ വെറുതെ വിട്ടാലും അത്ഭുതം ഇല്ല.